ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. ചത്ത പച്ചയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരികയാണ്. ആദ്യ ഷോ കഴിയുമ്പോൾ സിനിമയ്ക്ക് എങ്ങും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചത്ത പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് ഒരു ഗംഭീര സിനിമയായി മാറുന്നു. പ്രത്യേകിച്ച് കൊച്ചിയിലുള്ള മച്ചന്മാർക്ക് ഇത് പൊളിയായിരിക്കുമെന്നുള്ളതാണ് ഹൈലൈറ്റായി പറയുന്നത്. പണ്ടൊക്കെ WWF കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീപ്പൊരി രോമാഞ്ചം സിനിമ തന്നെയായിരിക്കും. എന്താണെങ്കിലും ഇവിടെ എടുത്തു പറയുന്നത് അടി പിടി എല്ലാം ഉണ്ട്, ഒപ്പം കോമഡിയും എല്ലാമായി സാധാരണ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രം എന്നുള്ളതാണ് ഓവറോൾ വ്യൂ വന്നിരിക്കുന്നത്. ധൈര്യമായി ഒന്ന് സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് നോക്കാം. പുതിയ പിള്ളേരാണ്, ഒപ്പം മമ്മൂട്ടിയുമുണ്ട്. എൻജോയ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ ആദ്യ പകുതിയെക്കുറിച്ച് പറയുമ്പോൾ പോസിറ്റീവായിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല, സൗണ്ട് മിക്സിംഗ് തന്നെയാണ് ഏറ്റവും ഹൈ ആയിട്ട് പറയുന്നത്. എക്സലൻറ്റ് ക്വാളിറ്റി ടെക്നിക്കൽ സ്റ്റഫാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ക്വാളിറ്റി ഇൻ ആക്ഷൻസ് തന്നെ പറയുന്നുണ്ട്. BGM ഇതെല്ലാം തന്നെ ഗംഭീരം ആണ് എന്ന് തന്നെ പറയുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചെറിയ കല്ലുകടികൾ, അതായത് ചെറിയ ഒരു സ്റ്റോറിയുമായിട്ടുള്ള ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ എൻഗേജിങ് ആദ്യത്തെ 40 മിനിറ്റിൽ കുറവുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം അങ്ങോട്ട് ആളിപ്പടരുന്നു, ഇൻ്റർവെൽ പഞ്ച് വരെ ആളിക്കത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഒരു ഡ്രാമാറ്റിക് എലവേഷനോടെ ഗംഭീര ഡയലോഗുകളുമായിട്ടൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സാധാരണ പ്രേക്ഷകനെയും പിടിച്ചിരുത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൻ്റെ മികച്ചു നിൽക്കുന്ന കാര്യം. എല്ലാവരും കാത്തിരിക്കുന്ന പോലെ വാൾട്ടർ മമ്മൂട്ടിയുടെ ഇനി ചാർജ് എടുക്കലാണ്. എന്താണെങ്കിലും മമ്മൂട്ടി സ്റ്റീൽസ് ഷോ എന്നുള്ളത് തന്നെയാണ് ഇതിലും എല്ലാവരും പറയുന്നത്. 10-15 മിനിറ്റേ ഉള്ളെങ്കിലും അതൊരു ഗംഭീര ലിവറേജ് തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് സിനിമ ആളിക്കത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു സിനിമ അടുത്ത സൂപ്പർ ഹിറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ആ ഒരു രീതിയിൽ തന്നെ പോകുന്നു. നമുക്ക് ഇന്നത്തെ ആ ഒരു ക്രൗഡ് പുള്ളിങ്ങും, അതായത് ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് ലിവറേജ് ചെയ്യാൻ കഴിഞ്ഞു യൂത്തിനെ മാത്രമല്ല എല്ലാ തരം പ്രേക്ഷകരെയും. പലപ്പോഴും ഇന്ന് നമ്മുടെ സിനിമകൾക്ക് ലാക്ക് ചെയ്യുന്നതും അതുതന്നെയാണ്. നമുക്ക് അവസാനമായി വന്ന വമ്പൻ സംഭവങ്ങളെന്ന് പറഞ്ഞ് മോഹൻലാലും ദിലീപുമൊക്കെ ചേർന്ന് വന്ന സിനിമയുടെയൊക്കെ 10 ഇരട്ടി ഗംഭീരം എന്നുള്ളത് തന്നെയാണ് ആദ്യ അഭിപ്രായമായി സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ മമ്മൂട്ടിയുടെ എൻട്രോ സീൻ ഇലക്ട്രിഫയിങ് ആണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ആ ഒരു മൂഡിലേക്ക് നമ്മളെ എത്തിക്കുന്നു. സ്പോട്ട് ഡബ്ബിങ് അതിനകത്ത് ചെറിയ ഒരു പ്രശ്നങ്ങൾ പറയുന്നു ആളുകൾ. പക്ഷേ സിനിമ എല്ലാം കൊണ്ടും എൻ്റർടൈനറായി മാറുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും റെസ്ലിംഗ് പോർഷൻസൊക്കെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയുമില്ല. സ്റ്റൈലിഷ് എനർജി ലെവൽ ഒരു രക്ഷയും പീക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. അതെന്തായാലും WWE ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര രസകരമാണ്. ചില സ്ഥലങ്ങളിൽ നല്ല ലെവലിൽ കോമഡി വർക്കൗട്ടായിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് സിനിമയുടെ ഓവറോൾ ആയിട്ടുള്ള സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന അഭിപ്രായം. ടെക്നിക്കലിലുള്ള ബുജിമാളുടെ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്താണെങ്കിലും സാധാ കാര്യങ്ങൾ സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടല്ലാതെ സിനിമ കാണുമ്പോൾ ഇഷ്ടമാകുന്ന പ്രേക്ഷകനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾ ഇന്ന് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. നല്ല ലെവലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊന്ന് ചർച്ച ചെയ്ത് അടുത്തൊരു വീഡിയോയുമായി വരാം. എന്താണെങ്കിലും ഭൂരിഭാഗം നമ്മൾ അറിയുന്ന പ്രേക്ഷകർ അവർ നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം മികച്ച സിനിമ തന്നെയാണ്. എന്താണേലും ഒരു അടിപൊളി സിനിമ എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എൻജോയ് ചെയ്യാം. ഇവിടെ നമ്മൾ ചോട്ടാ മുംബൈയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുമെന്നുള്ളതാണ് ഏറെയും കണ്ടവർ പറയുന്ന കാര്യങ്ങൾ. വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങളിടാം. ഗ്രേറ്റ് മീഡിയാസ്.